സ്റ്റാർ വിഷൻ പ്രേക്ഷകർക്ക് ജനസമക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കുന്നുമ്മൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM നേതാവും കൂടിയായ CP അബ്ദുസലാമാണ്. അബ്ദുസലാമിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം CPMന്റെ കുന്നുമ്മൽ ബ്ലോക്കിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത താങ്കൾ ഇപ്രാവശ്യം CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് തൂണേരി ബ്ലോക്കിലേക്ക് പുറമേരിയിൽ നിന്ന് മത്സരിക്കുന്നത്. സ്വതന്ത്രമാർ കൂട്ടത്തോടെ CPMനോട് സലാം പറയുമ്പോൾ CP സലാം CPMലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു പ്രവണത ആണ് കാണിക്കുന്നത്. എന്താണ്? ഞാൻ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 5 വർഷമല്ല. 1990 വടകര ലോകസഭ തെരഞ്ഞെടുപ്പിൽ അന്ന് രൂപപ്പെട്ട കോലീബി സഖ്യം, ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇടതുപക്ഷത്തിൽ ആകർഷകനാകുന്നത്. അതിനു മുമ്പ് ഞാൻ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നപ്പോൾ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. കോളേജിന് ചെയർമാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം അന്നത്തെ കോലീബി സഖ്യം യഥാർത്ഥത്തിൽ ഒരുപാട് യുവാക്കൾക്ക് വലിയ അമർഷം ഉണ്ടായി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടതുപക്ഷ മതേതര മുന്നണിക്കാണ് കേരളത്തിൻ്റെ മണ്ണിൽ പ്രത്യേകിച്ചും പ്രസക്തി എന്ന് മനസ്സിലാക്കി ഞാൻ മുന്നണിയിൽ ആകർഷകനായി. അതിനുശേഷം വന്ന 95 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് LDF സഹായിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാദാപുരത്ത് ഞാൻ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധം LDFുമായി കൂടുതൽ അടുക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം പിന്നീട് ഡെവലപ്പ് ചെയ്തത് പിന്നീടുണ്ടായ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങൾ, പ്രത്യേകിച്ച് അന്ന് UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് കേരളത്തിൻ്റെ മണ്ണിൽ പ്രസക്തി എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ കുന്നുമ്മൽ ബ്ലോക്കിൽ LDF സഹായിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അപ്പോൾ എൻ്റെ ഈ മത്സരത്തിനിടയ്ക്കൊക്കെ പ്രത്യേകിച്ച് വടകര താലൂക്ക് പോലെയുള്ള പ്രത്യേക ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഇടതുപക്ഷത്തോട് അടുക്കുക എന്നുള്ളത് ശ്രമകരമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് ഇടതുപക്ഷത്തോട് അടുക്കുക അല്ലെങ്കിൽ CPMോട് ഒപ്പം നിൽക്കുക എന്നുള്ളത് ശ്രമകരമാണ്. പക്ഷേ എൻ്റെ പരിശോധനയിൽ, ഞാൻ ഓരോരോ ദിവസം കഴിയുന്നതോറും എൻ്റെ പരിശോധനയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുക്കേണ്ട പാർട്ടി CPM ആണ്. അതേ അനുഭവത്തിലാണ് എനിക്ക് മനസ്സിലായത്. താങ്കളുടെ ഇതേ വാദങ്ങൾ തന്നെയായിരുന്നു നേരത്തെ CPMലുണ്ടായിരുന്ന അബ്ദുള്ളക്കുട്ടി, കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നാകുന്ന മഞ്ഞാങ്കുളി അലി. ഇതൊക്കെ ഈ വീക്ഷണകോണിൽ നിന്നായിരുന്നു വിലയിരുത്തിയിരുന്നത്. MLA സ്ഥാനം ത്വജിച്ച് അലിയൊക്കെ CPMന് വിട്ടുപോകുമ്പോൾ സലാം പറയാതെ CPMന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനാണല്ല. കാരണം അത് അവരുടേതായ, നേരത്തെ പിണറായി പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ മനസ്സാണ്. അത് ചിലപ്പോൾ മാറാം. അക്കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. കാരണം അത് അവരുടെ വീക്ഷണത്തിൽ എന്താണ് അബദ്ധം പറ്റിയെന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പാർട്ടി പറയുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും എനിക്ക് ഒരഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ, പ്രത്യേകിച്ച് നമ്മളെ ഈ വടകര താലൂക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം മതപരമായ ധ്രുവീകരണം രാഷ്ട്രീയത്തിലേക്കും കടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് പുറമേരിയിൽ CPM ചിഹ്നത്തിൽ മത്സരിക്കാൻ കാരണം? കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര വേഷം കിട്ടിയ താങ്കൾ ഇപ്രാവശ്യം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള കാരണം? അതിൻ്റെ ഒരു കാരണം, ഞാൻ ഇപ്പോൾ പാർട്ടി മെമ്പറാണ്. പാർട്ടിയുടെ സജീവ മെമ്പറാണ്. പാർട്ടി മെമ്പറാകുമ്പോൾ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം. CPM മെമ്പറായി കഴിഞ്ഞതോടുകൂടി CP സലാം നേരത്തെ മുജാഹിദ് വിഭാഗവുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. CPM മെമ്പറായതിനു ശേഷം മുജാഹിദ് വിഭാഗങ്ങളിലെ മുജാഹിദിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ പാർട്ടിക്ക് വേണ്ടി താങ്കൾ ഒഴിവാക്കി എന്നുള്ള ഒരു വാദം ഉയർന്നിട്ടുണ്ട്. മുജാഹിദിൽ ഒരു കാലത്ത് എനിക്ക് ഔദ്യോഗിക ഭാരവാഹിത്വം ഇല്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കൾക്ക് ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടായിരുന്നില്ലെങ്കിലും താങ്കൾക്കറിയാം, നാദാപുരത്ത് നടക്കുന്ന പ്രധാന വാദപ്രതിവാദ രംഗങ്ങളായിരുന്നു ഹുസൈൻ സലഫി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തമ്മിലുള്ള LCD പ്രഭാഷണങ്ങൾ.
അതിൽ ഒരു ഘട്ടത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി താങ്കളെ പേരെടുത്ത് തന്നെ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നിന്ന് താങ്കൾ ഇപ്പോൾ മാറി മുജാഹിദുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് പലരും സംശയിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല ഉണ്ടായത്. നേരത്തെ ഹുസൈൻ സലഫി നാദാപുരത്ത് വരുന്ന അന്തരീക്ഷം നേരത്തെ എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ഹുസൈൻ സലഫി നാദാപുരത്ത് വന്ന് പ്രഭാഷണം നടത്തുന്ന വേളയിൽ ഞാൻ അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. മുജാഹിദുമായിട്ടുള്ള ഞാൻ ബന്ധം എന്ന് പറഞ്ഞാൽ മുജാഹിദിൽ ഞാനൊരു മെമ്പർഷിപ്പ് എടുത്ത ആളൊന്നല്ല. ഞാൻ ഫറൂഖ് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ അന്ന് കോളേജിൽ പള്ളിയിലേക്ക് പോകുമ്പോഴും പള്ളിയിലുള്ള ഖുതുബയും ക്ലാസും കാര്യങ്ങളൊക്കെ ഞാൻ മുജാഹിദ് പള്ളിയിൽ നിന്നാണ് അത് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ സമൂഹത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെ ഒരു പരിധിവരെ മുജാഹിദിൻ്റെ നിലപാടുകൾക്ക് ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതുമായി കൂടുതൽ അടുത്ത് ഇടപെടുകയും അതുപോലെ തന്നെ അതോട് അനുഭാവം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഹുസൈൻ സലഫി നാദാപുരത്ത് വരുന്നത്. അന്ന് മുജാഹിദിന് ശക്തമായ ഒരു സംഘടനാ സ്വഭാവം നാദാപുരത്തില്ലായിരുന്നു. അപ്പോൾ തികച്ചും കേരളത്തിലെ എല്ലാ വിദേശത്തും പോലുമുള്ള എത്രയോ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു മത പ്രഭാഷകൻ അങ്ങനെയുള്ള നിലക്ക് ഹുസൈൻ സലഫിക്ക് നല്ലൊരു പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സംഘാടനത്തിൽ ആ പരിപാടിയുടെ സംഘാടനത്തിൽ സജീവമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ വാദപ്രതിവാദങ്ങൾ ഇത് ഒരു സാമൂഹ്യ മനസാക്ഷിക്ക് പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങൾക്ക് അതൊരു പ്രയാസകരമാകുന്ന വിധത്തിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ടൗണുകളിലും അതേപോലെ പല സ്ഥലത്തും അരങ്ങേറിയപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കതിൽ നിന്ന് താല്പര്യം കുറഞ്ഞു വന്നു. മതപരമായ കാര്യങ്ങൾ ഒരു പൊതുവേദിയിൽ അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് പരസ്പരം കലഹിക്കുക എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത്തരം പരിപാടികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആദ്യത്തെ 2-3 തവണ ഇല്ല ഈ LCD പ്രഭാഷണങ്ങൾക്ക് താങ്കൾ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു പരിപാടിക്കാണ് ഞാൻ സജീവമായിട്ടുണ്ടായത്. എന്നാൽ അതിനുശേഷം താങ്കൾ വിട്ടു നിൽക്കാനുള്ള കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണോ? അല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് ഞാൻ ഈ പരിപാടിയിൽ ആദ്യത്തെ പരിപാടി പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും ജനങ്ങളുമായുള്ള പ്രശ്നങ്ങൾക്ക് സാധാരണഗതിയിലുള്ള ദൂരപരിധി അല്ലെങ്കിൽ സമയപരിധി എന്ന് പറയുന്നത് ഒരു 6 മാസമാണ്. ഞാൻ ശരിക്ക് ഒരു 5 വർഷം മുമ്പെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെയാണ് ആ പരിപാടിയുമായി സഹകരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പിന്നീടുണ്ടായ ഈ ഒരിക്കലും തൃപ്തികരം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് അത്രത്തോളം ശരിയല്ല. ജനങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളെ മതവിശ്വാസികളെ അത് കൂടുതൽ അകറ്റാനേ കഴിയൂ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാനേ കഴിയൂ എന്നുള്ള മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതുമായിട്ടുള്ള പ്രവർത്തനത്തിൽ സജീവമായി നിന്നില്ല. അത്രയേ ഉള്ളൂ. AP വിഭാഗത്തിന്റെ വോട്ട് ബൈ ചാൻസ് മത്സരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭീതി കൊണ്ടായിരിക്കുമോ മുജാഹിദിന്? എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഞാനൊരു വിഭാഗത്തെയും കാണുന്നില്ല. എൻ്റെ അനുഭവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരിൽ ഒരു ഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. അത് AP വിഭാഗവും മുജാഹിദ് വിഭാഗവും ജമാഅത്ത് വിഭാഗവും എല്ലാ വിഭാഗവും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ യാതൊന്നുമില്ല. ഇപ്പോഴും എന്നോട് വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും എല്ലാ ആൾക്കാരും ഇടപെടുന്നത്. പ്രത്യേകിച്ച് ഓരോരുത്തരുടേതായ വികസന ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എന്നെ ഇടപെടുന്നതിലും ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നതിലും ഇതുവരെ ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. എല്ലാവരോടും ഒരേ സമീപനമാണ്. ഒരു പൊതുപ്രവർത്തകൻ നിലക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലല്ല. ഈ മതരംഗത്ത് സജീവമാകരുത് എന്നുള്ള CPMന്റെ നിർദ്ദേശം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കം മുതലേ ഞാൻ 10-15 വർഷമായി നിരീക്ഷിച്ചു വരുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഒന്നത്. പലപ്പോഴും ഞാൻ ഇതിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും എൻ്റെ പ്രവർത്തകരുമായി സഞ്ചരിക്കുമ്പോഴും പങ്കെടുക്കുമ്പോഴൊക്കെ എനിക്ക് പള്ളിയിൽ പോകാനും നമസ്കരിക്കാനും അതേപോലെ തന്നെ നോമ്പ് കാലത്ത് നോമ്പെടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പലപ്പോഴും അവരെ എന്നെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഉണർത്തിയിരുന്നു, ഓർമ്മിപ്പിച്ചിരുന്നു. നമസ്കരിക്കാൻ സമയമായിട്ടുണ്ടല്ലോ, ഇനി പോകുന്നില്ലേ, പള്ളീൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നീ ഇവിടുന്ന് നമസ്കരിക്കുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു മതപരമായ വിശ്വാസങ്ങൾക്കോ ചടങ്ങുകൾക്കോ എതിർ നിൽക്കുന്ന ഒരു സമീപനം എനിക്കിതൊരു അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ മതപരമായ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലേ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഞാൻ ചെയ്യാത്തതിൻ്റെ കുറ്റം വേറെ ആരുടെയും തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, താങ്കളിപ്പോൾ പറഞ്ഞ നമസ്കാരത്തിന് നോമ്പിന് ബാക്കിയുള്ള കാര്യത്തിനൊന്നും CPM എതിരല്ല. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. മതപരമായ മതവിഭാഗങ്ങളിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നത്
താങ്കൾ ഇപ്പോൾ മുജാഹിദ് വിഭാഗമായിക്കൊള്ളട്ടെ സുന്നി ആയിക്കൊള്ളട്ടെ അതിന്റെ ഔദ്യോഗിക തലത്ത് അല്ലെ പ്രാദേശിക നേതൃത്വ തലത്ത് താങ്കൾ പ്രവർത്തിക്കുന്നതിനെ പാർട്ടി വിലക്കിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിന്താപരമായി നമുക്ക് അപ്ഡേഷൻ വരും. നമ്മളിങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ഇത് വരും. മതപരമായ ഒരു സംഘടനയിൽ ഭാരവാഹിക എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമൊന്നുമല്ല. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു മുസ്ലിം ആവുക, അതുപോലെ തന്നെ ഇസ്ലാം അനുശാസിക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കടമകളൊക്കെ നിർവഹിക്കുക, സമൂഹത്തിലെ എല്ലാ ജീവികളോടും നല്ല സഹവർത്തിത്തോടെ സ്നേഹത്തോടെ കഴിയുക എന്നൊക്കെ അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളാകുക എന്ന് പറയുന്നത് ഒരു മതത്തിൽപ്പെട്ട ആൾക്ക് നിർബന്ധമാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അല്ല, ഒരു CP സലാം എന്ന വ്യക്തിക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതൊരു CPM എന്ന സംവിധാനത്തിൽ മതപരമായിട്ടുള്ള പ്രധാന ഭാരവാഹിത്വം വഹിക്കരുത് എന്നത് ഒരു പാർട്ടി സംവിധാനത്തിലൂടെ താങ്കളോട് ആജ്ഞാപിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി ഇതുവരെ അങ്ങനെ മതപരമായ ഒരു കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ല, മതപരമായ കാര്യങ്ങളല്ല, മതപരമായ നേതൃസ്ഥാനത്ത് CP സലാം ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കരുത് എന്ന വാദം അല്ല. അങ്ങനെ ഒരു വാദമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നാമതായും അവസാനമായും ഞാൻ മുസ്ലിമാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ച എൻ്റെ വ്യക്തിത്വം വിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും എനിക്കില്ല താനും. ഞാൻ എൻ്റെ മുസ്ലിം എന്ന നിലക്ക് എൻ്റെ കടമ എന്താണ്, ആ കടമ നിറവേറ്റുന്നതിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തി എന്ന നിലക്കും ഞാനൊരു വിശ്വാസി എന്ന നിലക്കും മുമ്പ് തന്നെ വെക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതെന്തൊക്കെയാണ്? എല്ലാ വിഭാഗം ജനങ്ങളുടെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റണം. നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന എല്ലാ നന്മകളും നമ്മൾ സമൂഹത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയണം. അതാണ് ഒരു മുസ്ലിമിൻ്റെ കടമ. അല്ലാതെ ഞാനൊരു വിഭാഗീയതയുടെ വക്താവാകുക, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം വക്താവായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. നേരത്തെ കുറച്ചുകൂടി താല്പര്യം മുജാഹിദ് വിഭാഗത്തോടായിരുന്നു, ഇപ്പോഴും ആ നിലക്ക് തന്നെയാണോ? ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നത് കൂടുതലായും മുജാഹിദ് പള്ളിയിലാണ്. അതുപോലെ തന്നെ ഞാൻ വെള്ളിയാഴ്ച ജുമയ്ക്ക് പങ്കെടുക്കുന്നത് മുജാഹിദ് പള്ളിയിൽ തന്നെയാണ്. ഏതെങ്കിലും പ്രദേശ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും ആശ്രയിക്കുന്നത് പള്ളിയിൽ പോകുമ്പോൾ മുജാഹിദ് പള്ളിയിലാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടി ഒരു വോട്ടിന് വേണ്ടി ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാനൊന്നും തയ്യാറല്ല. അത് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ തീരുമാനം. നാദാപുരം മേഖലയിൽ പലപ്പോഴും CPM ലീഗ് സംഘർഷങ്ങൾ സാമുദായികപരമായ ധ്രുവീകരണത്തിലേക്ക് വഴിതിരിയാറുണ്ട്. ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ ആണ് CP സലാം CPM സഹയാത്രികനായി ആദ്യം രംഗത്ത് വരികയും പിന്നീട് CPM-ന്റെ ഔദ്യോഗിക മെമ്പറായി മാറുകയും ചെയ്യുന്നത്. ഈ സാമുദായിക ധ്രുവീകരണത്തിനിടയിൽ CP സലാം പോലെയുള്ള ഒരു വ്യക്തി CPM-ലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രതികരണം? അതാ ഞാൻ പറയുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു ത്യാഗത്തിന് തയ്യാറായിട്ടാണ് ഇതിൽ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ 1987 വരെ ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി അടുത്തു നിൽക്കുകയും ഒരു മനുഷ്യൻ്റെ നന്മകൾ എത്രമാത്രം വലുതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അനുഭവം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കിട്ടിയപ്പോൾ അന്ന് വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രസക്തിയില്ലാത്ത ഒരു പ്രദേശമായിരുന്നു നമ്മുടെ നാട്. അപ്പോൾ എൻ്റെ നാട് അന്നുണ്ടായിരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മതപരമായ ഭിന്നിപ്പ്, ധ്രുവീകരണം, ഏതൊരു പരിപാടിക്കും മതത്തിൻ്റെതായ അടയാളങ്ങൾ, മതത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഇങ്ങനെ മതവുമായി ബന്ധപ്പെട്ട് വേണ്ടതും വേണ്ടാത്തതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു എൻ്റെ ഒരു യൗവനകാലം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അന്നും ഞങ്ങൾ അനുഭവിച്ചു വരുന്നതെന്ന് വെച്ചാൽ ഒരു കോൺഗ്രസ്സുകാരെന്ന നിലക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലപ്പുറം ഒരു എന്താ പറയുക, ഒരു ദേശീയ മാപ്പിള എന്നുള്ളൊരു പേരിലായിരുന്നു ഞങ്ങളൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ